എത്രയൊക്കെ പഠിച്ചിട്ടും എക്സാം ഹാളിൽ പോകുമ്പോൾ മുഴുവൻ കൺഫ്യൂഷനായിട്ടിരിക്കുന്നൊരവസ്ഥ പല ആളുകൾക്കും ഉണ്ടാവാറുണ്ട് അല്ലേ? അപ്പോൾ ഇത് എന്തുകൊണ്ടാണെന്ന് ഒരുപാട് ആലോചിച്ചിട്ടുണ്ടാവും. ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, കുറേ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, പക്ഷേ സ്റ്റിൽ എത്രയായിട്ടും ഇത് തലയിൽ നിൽക്കുന്നില്ല. എസ്പെഷ്യലി മാത്തമാറ്റിക്സിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങൾ അവിടെയും ഇവിടെയൊക്കെ ഓർമ്മയുണ്ട്, പക്ഷേ ആൻസറിലോട്ട് വരുമ്പോൾ ഏതെങ്കിലും സ്റ്റെപ്പിൽ വെച്ച് സ്റ്റക്കായി പോകുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ ഇതിനൊരൊറ്റ ആൻസർ എനിക്ക് പറയാനുള്ളൂ, അത് പ്രാക്ടീസാണ്. പ്രാക്ടീസ് ചെയ്യുക, പ്രാക്ടീസ് പ്രാക്ടീസ് പ്രാക്ടീസ്. നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സിലുള്ള മുഴുവൻ വിദ്യാർത്ഥികളോടും ഞാൻ ലൈവ് ക്ലാസ്സുകളൊക്കെ എപ്പോഴും പറയാറുള്ള കാര്യമാണ് പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളത്. കാരണം നിങ്ങൾ എത്രമാത്രം പ്രാക്ടീസ് ചെയ്യുന്നോ അത്രമാത്രം നിങ്ങൾ പെർഫെക്റ്റ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ പല ആളുകളും വിചാരിക്കും, സാറേ ഈ പ്രാക്ടീസ് ചെയ്യാനും മാത്രമൊക്കെ സമയം എവിടെ? പല ആളുകൾക്കും ഈ ഇഷ്യൂസ് വരാൻ കാരണം മുന്നേയുള്ള ഏതെങ്കിലും ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർമ്മയില്ലാത്തതുകൊണ്ടായിരിക്കും. ഇനി ആ ടെക്സ്റ്റ് ബുക്കുകളെല്ലാം എടുത്ത് പഠിച്ച് അത് പ്രാക്ടീസ് ചെയ്യാനൊന്നും സമയമില്ലല്ലോ. ഈ ഓൾറെഡി ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ക്ലാസ്സിൽ കുറേ കാര്യങ്ങൾ അവിടെ തന്നെ ഉണ്ട്, പിന്നെ പഴയത് എങ്ങനെ പഠിക്കും? ഇങ്ങനെയുള്ള കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളറിയാവുന്നവരോട് നമ്മൾ പണ്ടേ ഇതിനുള്ള സൊല്യൂഷൻ പറഞ്ഞിട്ടുണ്ട്. എക്സാം വൈ ലേണിങ്ങിന് ഇതിന് 2 സൊല്യൂഷൻസ് ആണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാറ്. ഫസ്റ്റ് സൊല്യൂഷൻ വളരെ ഷോർട്ട് ടേം ആയുള്ള സൊല്യൂഷനാണ്. രണ്ടാമത്തത് അതിനേക്കാളും അഡ്വാൻസ്ഡ് ആയുള്ള ഒരു 1 ഇയർ നീണ്ടു നിൽക്കുന്ന ഒരു സൊല്യൂഷനുമാണ്. അപ്പോൾ ഫസ്റ്റ് സൊല്യൂഷൻ എന്താണെന്ന് ഞാൻ പറയാം. നമ്മൾ എക്സാം വൈ ലേണിംഗ് ഒരു ബേസിക് മാത്ത് കോഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഇന്നും ഇന്നലെയല്ല, കഴിഞ്ഞ വർഷത്തിന് മുന്നത്തെ വർഷം മുതലേ എന്തുണ്ട്, നമ്മൾ ഈ ഒരു കോഴ്സ് റൺ ചെയ്യുന്നുണ്ട്. ആയിരക്കണക്കിന് സ്റ്റുഡൻസ് ആ കോഴ്സിൽ പഠിച്ചിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ബേസിക് മാത്ത് കോഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞൊരു ഇഷ്യൂ, നിങ്ങൾ മുന്നേയുള്ള പല ക്ലാസ്സിലും പഠിച്ച പല ബേസിക് ആയിട്ടുള്ള മാത്സിൽ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അത് അറിയാത്തത് കൊണ്ട് ഇപ്പോഴുള്ള ക്ലാസ്സിൽ എന്ത് ചെയ്യുന്നു, മാർക്ക് പോകുന്നു, കാൽക്കുലേഷൻസ് മിസ്റ്റേക്ക് വരുന്നു. അപ്പോൾ മുന്നേയുള്ള ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് എടുത്തു വെച്ച് പഠിക്കാൻ സമയമുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ ഈ കോഴ്സിൽ ചെയ്തിട്ടുള്ളത് എന്താ വെച്ചാൽ, അങ്ങനെ നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പം നിങ്ങളുടെ മാത്സ് ഏറ്റവും ഈസി ആവാൻ, ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ മുന്നോട്ട് പോകാൻ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ ബേസിക് കോൺസെപ്റ്റ്സും സിസ്റ്റമാറ്റിക് ആയിട്ട്, വേറെ വലിച്ചു വാരുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് വേണ്ട കാര്യം മാത്രം സിസ്റ്റമാറ്റിക് ആയിട്ട് എടുത്ത് ഡിസൈൻ ചെയ്തിട്ടുള്ള കോഴ്സാണിത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി വേറെ ടെക്സ്റ്റ് ബുക്ക് തപ്പി പോകണ്ട, ഇവിടുന്നൊക്കെ പഠിക്കാൻ നിങ്ങൾ കൺഫ്യൂഷൻ അടിക്കേണ്ട. ഇതിലുള്ള കാര്യം മാത്രം പഠിച്ചു കഴിഞ്ഞാൽ മുഴുവൻ ബേസിക് കാര്യങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് കവർ ആകുമെന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ കോഴ്സിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഇത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നമ്പർ സിസ്റ്റം, ഏറ്റവും ബേസിക് ആയുള്ള കാര്യം മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഡിഫറെൻറ്റ് നമ്പേഴ്സ് ഏതൊക്കെയാണെന്നുള്ള സിമ്പിൾ കാര്യം മുതൽ അഡ്വാൻസ്ഡ് കാര്യങ്ങൾ വരെ നമ്മൾ പോവാണ്. നമ്പർ സിസ്റ്റം മുതൽ സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് ആ നമ്പർ സിസ്റ്റത്തിലെ ഡിഫറെൻറ്റ് നമ്പേഴ്സ് തമ്മിലുള്ള അരിത്തമെറ്റിക് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. അത് ഏതൊക്കെ ടൈപ്പ് നമ്പേഴ്സ് തമ്മിൽ, ഇൻഡിജേഴ്സ് തമ്മിൽ, ഫ്രാക്ഷൻസ്, ഡെസിമൽസ്, ഇറാഷണൽ നമ്പേഴ്സ്, ഇവരൊക്കെ തമ്മിലുള്ളത്. ഇപ്പോൾ 2 ഫ്രാക്ഷൻ തന്നു കഴിഞ്ഞ് മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞാലും ആഡ് ചെയ്യാൻ പറഞ്ഞാലും ഇതെങ്ങനെയാണ് ചെയ്യുക എന്ന് കൺഫ്യൂഷനുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ള മുഴുവൻ കാര്യങ്ങളും ഒരുപാട് എക്സാമ്പിൾസ് വെച്ചിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഇതിൽ കവർ ചെയ്യും. അതുപോലെ എക്സ്പോണൻസ് ആൻഡ് പവേഴ്സ്, പ്രോപ്പർട്ടീസ് ഓഫ് റാഷണൽ നമ്പേഴ്സ്, HCF ആൻഡ് LCM, റേഷ്യോ ആൻഡ് പെർസെൻറ്റേജ്, ആൾജിബ്ര, ബേസിക് ജോമെട്രി. നിങ്ങൾ ഏതൊരു എക്സാം എടുക്കുകയാണെങ്കിലും മാത്സിൽ ഈ ബേസിക് കാര്യങ്ങളില്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അത് ഇനിയും മാത്സ് ഇല്ലാത്തൊരു എക്സാം ആണെങ്കിലും അവിടെ ലോജിക്കൽ തിങ്കിങ് നോക്കുന്ന ക്വസ്റ്റ്യൻസിൽ, മെൻ്റൽ എബിലിറ്റി നോക്കുന്ന ക്വസ്റ്റ്യൻസിലൊക്കെ ബേസിക് ആയിട്ടുള്ള ഈ മാത്തമാറ്റിക്കൽ കാര്യങ്ങൾ അറിയൽ നിർബന്ധമാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു കോഴ്സിൽ കവർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇനി എന്തൊക്കെയാണ് നമ്മുടെ ഈ ഒരു കോഴ്സിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് ചോദിച്ചാൽ, നമ്മൾ ഓരോ വീഡിയോസും ഷോർട്ട് വീഡിയോസ് ആയിട്ട്, ഓക്കെ, അതായത് ലെങ്തി ആയിട്ടുള്ള 1 മണിക്കൂറോ 2 മണിക്കൂറോ ഉള്ളതല്ല, ഷോർട്ട് വീഡിയോസ് ആയിട്ടാണ് നമ്മൾ ഓരോ ടോപ്പിക്കും കവർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബോറടിക്കാതെ, ഡിസ്ട്രാക്ഷൻസ് ഇല്ലാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്, ഓരോ വീഡിയോസിന് ശേഷം ആപ്പിൽ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ ആ വീഡിയോ മനസ്സിലാക്കി അതിലുള്ള കാര്യങ്ങൾ അപ്പോൾ തന്നെ പ്രാക്ടീസ് ചെയ്തിട്ട് അടുത്ത വീഡിയോയിലോട്ട് പോയാൽ മതി എന്നുള്ളതാണ്. കൂടാതെ ഈ ആപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ഏകദേശം 300ഓളം ക്വസ്റ്റ്യൻസ് നമ്മുടെ ആപ്പിൽ തന്നെ ഉണ്ട്. അതിൻ്റെ പുറമേ ആയിക്കൊണ്ട് 500ഓളം ക്വസ്റ്റ്യൻസ്, 500ലധികം ക്വസ്റ്റ്യൻസ് നമ്മുടെ വർക്ക്ഷീറ്റിലായിട്ടും ഈ കോഴ്സിൻ്റെ കൂടെ കിട്ടുമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത് ആപ്പിലും ഈ വർക്ക്ഷീറ്റ് അവൈലബിൾ ആണ്. അല്ലാതെ പ്രിൻറ്റഡ് മെറ്റീരിയലായിട്ട്, ബുക്കായിട്ടും എന്ത് ചെയ്യും, ഈ മെറ്റീരിയൽ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ ടോട്ടൽ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 1000ഓളം ക്വസ്റ്റ്യൻസ് ക്ലാസ്സിൽ ഞാൻ ചെയ്യുന്നതും ആപ്പ് ക്വസ്റ്റ്യൻസും വർക്ക്ഷീറ്റിലെ ക്വസ്റ്റ്യൻസും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് 1000ലധികം ക്വസ്റ്റ്യൻസ് ഞാൻ നേരത്തെ കാണിച്ച ടോപ്പിക്കുകളിൽ നമ്മൾ ഈ കോഴ്സിലൂടെ കവർ ചെയ്യും. അപ്പം നിങ്ങൾ ആലോചിക്കുക, ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്ത് ഒരാൾ എക്സ്പെർട്ട് ആവും. അതും ഏറ്റവും കുറഞ്ഞ സമയത്തിനകത്ത്, വളരെ ഷോർട്ട് ടൈമിൻ്റെ അകത്ത് നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്യുമെന്നുള്ളതാണ്.
അപ്പോൾ ഇതെല്ലാം ഇതിനകത്ത്, അതുപോലെ അസസ്മെൻറ്റ് ടെസ്റ്റുകൾ എക്സാമുകളായിട്ട് ഇതിനകത്തുണ്ട്. ബ്ലെൻഡഡ് ലേണിംഗ് അപ്രോച്ചാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. വെറുതെ കുറേ ക്ലാസ്സുകൾ, വെറുതെ കുറേ ക്വസ്റ്റ്യൻസ് എന്നുള്ളതല്ല, കൃത്യമായുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ബ്ലെൻഡഡ് ലേണിംഗ് അപ്രോച്ച് വഴിയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു കാര്യങ്ങൾ നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ടിപ്സ് ആൻഡ് ട്രിക്സ് എല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ക്ലാസ്സിൻ്റെയും എക്സാമിൻ്റെയും ഡ്യൂറേഷൻ, എക്സാം കൃത്യമായിട്ട് അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ക്ലാസ്സുകളും വളരെ ഷോർട്ട് ഡ്യൂറേഷനുള്ള ക്ലാസ്സുകളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ട് അടുത്ത ടോപ്പിക്കുകളിലോട്ട് പോകാൻ പറ്റുമെന്നുള്ളതാണ്. ഇനി ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളതും ഇതിൽ ക്ലാസ്സുകൾ എടുത്തിട്ടുള്ളതും ആരൊക്കെയാണ്? അജ്മൽ സാറും ലളിത മാമും പിന്നെ ഞാനും, ഞങ്ങൾ 3 പേരാണ് ഈ ഒരു കോഴ്സിൽ ക്ലാസ്സുകൾ എടുത്തിട്ടുള്ളത്, ഈ കോഴ്സ് കംപ്ലീറ്റ് ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, നമ്മുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ ഓൾറെഡി കാണുന്നതാണ്. അപ്പോൾ നമ്മൾ തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഈ കോഴ്സിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഇതൊരു ഷോർട്ട് ടേം കോഴ്സാണ്. 3000 രൂപീസാണ് ആകെ ഈ കോഴ്സിൻ്റെ ഫീസ് ഉള്ളൂ. ഓക്കെ, വെറും 3000 രൂപ. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇതിൻ്റെ ആ ബുക്കും കൂടി, ബേസിക് മാത്തിൻ്റെ മെറ്റീരിയലും കൂടി എന്ത് ചെയ്യും, ഇതിൻ്റെ പാർട്ടായിട്ട് കിട്ടും. അപ്പോൾ ഇത് മാത്സ് മാത്രം ക്ലിയർ ആക്കാനുള്ള ഒരു കോഴ്സാണ്. ബേസിക് മാത്ത്, ബേസിക് ആയിട്ടുള്ള എല്ലാ കോൺസെപ്റ്റ്സും ക്ലിയർ ആക്കാനുള്ള ഒരു കോഴ്സാണ്. പക്ഷേ ഈ കോഴ്സ് ഷോർട്ട് ടേം കോഴ്സാണ്. ഇനി ഇതിനും അപ്പുറത്തേക്ക് ബാക്കി സയൻസ് സബ്ജക്റ്റുകളിലും കൂടി ബെസ്റ്റ് ആവണം, ഇതിൽ മാത്സിലുള്ള ഈ ബേസിക് കാര്യങ്ങൾ കഴിഞ്ഞ് ഇതിനും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമുകളിലും നല്ല റിസൾട്ട് വാങ്ങണം, സ്കൂൾ എക്സാമിൽ നല്ല റിസൾട്ട് വാങ്ങണം എന്ന് താല്പര്യമുള്ളവർക്ക് ഞാൻ ഇന്ന് രണ്ടാമത്തെ സൊല്യൂഷൻ പറഞ്ഞുതരാൻ പോവാണ്. ഫസ്റ്റ് സൊല്യൂഷൻ നമ്മുടെ ബേസിക് മാത്ത് കോഴ്സാണ്. രണ്ടാമത്തെ സൊല്യൂഷനാണ് നമ്മുടെ എക്സാം ബൈ ലേണിങ്ങിൻ്റെ ഫൗണ്ടേഷൻ കോഴ്സ്. അത് 6ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള, 6th മുതൽ 10th വരെയുള്ള സ്റ്റുഡൻസിന് ഈ ഒരു കോഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് JEE എഴുതുന്നവരായിക്കോട്ടെ, നീറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ CUT എക്സാം ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റേത് മത്സര പരീക്ഷകളും ഫോക്കസ് ചെയ്യുന്ന സ്റ്റുഡൻസിന്, 6ാം ക്ലാസ് മുതലുള്ള 10ാം ക്ലാസ് വരെയുള്ള സ്റ്റുഡൻസിന് നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സ് ഉണ്ട്. ഈ ഫൗണ്ടേഷൻ കോഴ്സിന് ജോയിൻ ചെയ്യുന്നവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ബേസിക് മാത്ത് കോഴ്സ് ഫ്രീ ആണ്. അപ്പോൾ രണ്ടാമത്തെ സൊല്യൂഷൻ ശരിക്കും ബോണസ് സൊല്യൂഷനാണ്. ഫൗണ്ടേഷൻ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നവർക്ക് നേരത്തെ പറഞ്ഞ 3000 രൂപ നമ്മൾ ഫീ വാങ്ങി നടത്തുന്ന കോഴ്സ് നിങ്ങൾക്ക് ഫ്രീ ആണ്. മാത്രമല്ല അത് 1 ഇയറിലോട്ട് ആ കോഴ്സ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അവൈലബിൾ ആകും എന്നുള്ളതാണ്. മറ്റത് കുറച്ച് മാസം മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇതെന്താണ്, ഈ കോഴ്സിലോട്ട് വരുമ്പോൾ ബേസിക് മാത്ത് കോഴ്സ് 1 ഇയറിലോട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അത് അഡീഷണൽ ബോണസ് ആയിട്ടാണ്. ഇനി എന്താണ് ഈ ഫൗണ്ടേഷൻ കോഴ്സിൻ്റെ സ്പെഷ്യാലിറ്റി? ഇതിൽ ക്ലാസ് എടുക്കുന്നത് മുഴുവൻ എഞ്ചിനീയേഴ്സ് ആൻഡ് ഡോക്ടേഴ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, അജ്മൽ സർ IIT മദ്രാസിൽ നിന്നാണ്, ഞാൻ NIT കാലിക്കറ്റിൽ നിന്നാണ് കഴിഞ്ഞിട്ടുള്ളത്, ഷഫീർ സർ IIT മദ്രാസാണ്, ലളിത മാം IIT മദ്രാസാണ്, ഡോക്ടർ അബ്ദുള്ള ബാസിൽ CP അദ്ദേഹം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്ന് കഴിഞ്ഞതാണ്, അബ്ഷർ സർ IIT മദ്രാസാണ്, നിയാസ് സർ കുസാറ്റാണ്, ഡോക്ടർ നിയാസ് സർ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ നിന്നാണ്, സിദ്ധാർത്ഥ് സർ NIT കാലിക്കറ്റ് ആണ്. ഇങ്ങനെയുള്ള എഞ്ചിനീയേഴ്സ് ആൻഡ് ഡോക്ടേഴ്സ് ആണ് ഈ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളതും ഇതിൽ ക്ലാസ്സുകൾ എടുത്തിട്ടുള്ളതും. ഇനി എന്താണ് ഈ കോഴ്സിൻ്റെ സ്പെഷ്യാലിറ്റീസ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ ഷോർട്ട് കണ്ടന്റ്, സ്മോൾ വീഡിയോസ് ആയിട്ടാണ് ഇതിലുള്ള ഓരോ കണ്ടന്റും നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഓരോ വീഡിയോസ് കണ്ടു കഴിഞ്ഞാലും നിങ്ങൾക്ക് ആപ്പിൽ അതിൻ്റെ ക്വസ്റ്റ്യൻസ് കൂടി അവൈലബിൾ ആയിരിക്കും. കൂടാതെ ഫിസിക്സ് പോലെയുള്ള സബ്ജക്റ്റിലൊക്കെ ആനിമേഷൻസും സിമുലേഷൻസും ഇൻക്ലൂഡ് ചെയ്തിട്ട് കോൺസെപ്റ്റ്സുകൾ ഏറ്റവും ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ മുഴുവൻ അക്കാഡമിക് കണ്ടന്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും ഇതിൻ്റെ ഭാഗമായിട്ട്. അത് സൂമിലൂടെ ആയിരിക്കും ലൈവ് ക്ലാസ്സുകൾ നടത്തുക. നേരത്തെ പറഞ്ഞ പോലെയുള്ള എക്സ്പേർട്ട് ഫാക്കൽറ്റീസിൻ്റെ ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് സൂമിലൂടെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഓരോ ചാപ്റ്ററുകൾക്കും, വലിയ ചാപ്റ്ററുകളാണെങ്കിൽ അതിനനുസരിച്ച് കൂടുതൽ ലൈവ് ക്ലാസ്സുകളും എല്ലാം നിങ്ങൾക്ക് ഇതിൽ പാർട്ടായിട്ടുണ്ടാകും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്കൂളിലുള്ള മുഴുവൻ കാര്യങ്ങളും ഇതിൽ കവർ ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ കുറച്ചും കൂടി അഡീഷണൽ ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ട് ബാക്കി സ്റ്റുഡൻസിനേക്കാളും നമുക്ക് കുറച്ചും കൂടി കോമ്പറ്റീഷനിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും കൂടി നമ്മൾ ഈ കോഴ്സിൽ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. അതുകൊണ്ട് തന്നെ നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് എക്സാം ബൈ ലേണിംഗ് തയ്യാറാക്കിയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകളും വർക്ക് ബുക്കുകളും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൻ്റെ പാർട്ടായിട്ട് തരും. ടെക്സ്റ്റ് ബുക്കുകളിൽ തിയറിയാണ് ഉണ്ടാവുക, തിയറിയും അത് മനസ്സിലാക്കാനുള്ള എക്സാമ്പിൾസും ഉണ്ടാവും. വർക്ക് ബുക്കുകളിൽ ടെക്സ്റ്റ് ബുക്കിലുള്ള ഓരോ ചാപ്റ്ററിനും കറസ്പോണ്ടിങ് ആയിട്ട് വർക്ക് ബുക്കുകളിൽ അതിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇതിൽ ക്വസ്റ്റ്യൻസ് മാത്രം ഉണ്ടാവുക, 1000കണക്കിന് ക്വസ്റ്റ്യൻസ് ഈ ഒരു വർക്ക് ബുക്കിൽ ഇൻക്ലൂഡഡ് ആണ്. അതിൽ തന്നെ ലെവൽ 1, ലെവൽ 2, ലെവൽ 3 എന്ന് പറഞ്ഞ് ഡിഫറെൻറ്റ് ലെവലായിട്ടും ക്വസ്റ്റ്യൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഇനി ഈ ടെക്സ്റ്റ് ബുക്കുകളെല്ലാം നമ്മുടെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി ഇതിലൊക്കെ ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൻ്റെ കൂടെ തന്നെ ടെക്സ്റ്റ് ബുക്ക് മാത്രമല്ല നിങ്ങൾക്ക് കിട്ടുക, വേറെയും കുറേ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വെൽക്കം കിറ്റാണ് നമ്മുടെ ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസിൻ്റെ വീടുകളിലോട്ട് നമ്മൾ എത്തിച്ചു കൊടുക്കാറുള്ളത്. അതിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാവും, അതിൻ്റെ കൂടെ തന്നെ ടീഷർട്ട് പോലെയുള്ള കുറച്ച് അഡീഷണൽ കാര്യങ്ങളും കൂടിയും ആ ഒരു വെൽക്കം കിറ്റിനകത്തുണ്ടാവും. അതിൻ്റെ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരുന്നതാണ്. എന്തൊക്കെയാണ് വെൽക്കം കിറ്റിനകത്തുള്ളത് എന്നുള്ള ഒരു അൺബോക്സിങ് വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ വൈകാതെ തന്നെ വരുന്നതാണ്. ഇനി
നിങ്ങളിതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീക്കിലി എക്സാമുകൾ ഉണ്ടാവും. വീക്കിലി എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് കോമ്പറ്റേറ്റീവ് എക്സാം ഉണ്ടാവുക അതുപോലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നെഗറ്റീവ് മാർക്കൊക്കെ വെച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള എക്സാമുകൾ നടക്കും. ഓരോ എക്സാം കഴിഞ്ഞാലും നിങ്ങൾ കൃത്യമായുള്ള അനലിറ്റിക്സ് സ്റ്റുഡൻസിന് കിട്ടും. ആ അനലിറ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ സ്റ്റുഡൻസിനും പാരൻസിനൊക്കെ മനസ്സിലാകും അവർ എവിടേക്കാണ് വീക്കായി നിൽക്കുന്നത്, അപ്പോൾ എവിടെയാണ് ബെറ്റർ ആക്കേണ്ടത്, ഏതാണ് സ്ട്രോങ് ഏരിയ എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാവും. കൂടാതെ തന്നെ ഓരോ എക്സാം കഴിയുമ്പോഴും ലീഡർ ബോർഡ് വരും, അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റുകൾ നമ്മൾ പബ്ലിഷ് ചെയ്യും. ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് പോയിന്റ്സ് കിട്ടി നിങ്ങൾക്ക് ലീഡർ ബോർഡിൽ ടോപ്പിലെത്താനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. ഇങ്ങനെയുള്ള ഒരുപാട് എലമെൻറ്റ്സ് നമ്മുടെ ഒരു പ്ലാറ്റ്ഫോമിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ടേം എക്സാമുകൾ നടക്കും. ഇത് ചാപ്റ്റർ എക്സാമുകളാണ്, ഇത് ടേം എക്സാമുകൾ, കൂടുതൽ ചാപ്റ്ററുകൾ കമ്പൈൻ ചെയ്തിട്ടുള്ള എക്സാമുകളുണ്ട്. കൂടാതെ തന്നെ എക്സാമിൻ്റെ റിവിഷൻ ലൈവുകൾ, ടേം എക്സാം കഴിഞ്ഞാൽ എക്സാമിൻ്റെ സ്ട്രാറ്റജീസ് പറഞ്ഞു തരുന്ന എക്സാം റിവിഷൻ ലൈവുകൾ ഉണ്ടാവും. ഇനി ഇതെല്ലാം നമ്മുടെ അക്കാഡമിക്സിൻ്റെ കാര്യമാണ്. ഇനി ഇതിലെല്ലാം നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും ഒരു 1 ഇയർ ത്രൂ ഔട്ട് നിങ്ങൾക്ക് വേണ്ട മോട്ടിവേഷനും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളുടെ കൂടെ ഒരു ഫ്രണ്ടിനെ പോലെ നിങ്ങൾക്ക് എല്ലാവർക്കും പേഴ്സണൽ മെൻറ്റേഴ്സ് കൂടി ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ പേഴ്സണൽ മെൻറ്റേഴ്സ് അവർ വെറുതെ നിങ്ങളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതല്ല, നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ചിട്ട് നിങ്ങളുടെ ഡ്രീമിനനുസരിച്ച് നിങ്ങളെ ഗൈഡ് ചെയ്യുക. നിങ്ങൾ ഡീമോട്ടിവേറ്റഡ് ആവുന്ന സമയത്ത് മോട്ടിവേറ്റ് ചെയ്യുക. നിങ്ങൾ ഈ ഷെഡ്യൂൾ അനുസരിച്ചിട്ട് തന്നെയാണോ പോകുന്നത്, ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം വിദ്യാർത്ഥികളെ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യാനും പാരൻസും സ്റ്റുഡൻസുമായിട്ട് എല്ലായ്പ്പോഴും കണക്ഷൻ നിലനിർത്താനും എല്ലാവർക്കും ഇൻഡിവിജ്വലായിട്ട് അവർക്ക് ഒരു മെൻറ്റർ അസൈൻ ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ മെൻറ്റർഷിപ്പിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പറയുന്ന ഒരു വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. ഈ ഒരു തംബ്നെയിലുള്ള ഒരു വീഡിയോ ഓൾറെഡി ഉണ്ട്. അതിൽ മെൻറ്റർഷിപ്പിൻ്റെ മുഴുവൻ ഫീച്ചേഴ്സും നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ. കൂടാതെ തന്നെ നമ്മുടെ പാരൻസിനെ എക്സ്ക്ലൂസീവായിട്ട് പാരൻറ്റിങ് സെഷൻസ് നമ്മൾ കൊടുക്കാറുണ്ട്. സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്ന പല ഇഷ്യൂസും അതിൽ പാരൻസ് എങ്ങനെയാണ് ഇൻവോൾവ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അത് ഡീൽ ചെയ്യേണ്ടത് എന്നുള്ള അഡ്വൈസ് കൊടുക്കാൻ പാരൻറ്റിങ് സെഷൻസ് നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്യാറുണ്ട്. അതുപോലെ നമ്മുടെ സ്റ്റുഡൻസ് നേരത്തെ പറഞ്ഞ പോലെ സ്കൂളിലെ എക്സാമിനൊക്കെ അവർ നല്ല രീതിയിൽ പെർഫോം ചെയ്യും, കാരണം സ്കൂളിലെ കാര്യങ്ങളൊക്കെ ഇതിൽ പഠിപ്പിക്കുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ NTSC പോലെയുള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉന്നതമായ കോമ്പറ്റേറ്റീവ് പരീക്ഷകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മത്സര പരീക്ഷകളിൽ ടോപ്പേഴ്സായിട്ട് മാറുന്നുണ്ട് എന്നുള്ളത് റിസൾട്ടുകളിലൂടെ നിങ്ങൾ തന്നെ പലപ്പോഴും നമ്മളെ യൂട്യൂബ് ചാനലിൽ വന്ന പല വീഡിയോസിലൂടെയും കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ NTSC എക്സാമിൻ്റെ സ്റ്റേജ് 1 20 സ്റ്റുഡൻസോളം നമ്മൾ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ ഫസ്റ്റ് ഫൗണ്ടേഷൻ ബാച്ചിൽ സ്റ്റുഡൻ്റ് ആയിരുന്ന അമൻ റിഷാദ് ജെയിൽ കേരളത്തിൽ 3rd റാങ്ക് വാങ്ങി 99.96% കൂടി പാസ്സായി ഇപ്പോൾ IIT ബോംബെയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ നമ്മുടെ ഒരുപാട് സ്റ്റുഡൻസ് നീറ്റ് എക്സാമിൽ +2ൻ്റെ കൂടെ തന്നെ നല്ല സ്കോർ കിട്ടാൻ കാരണം അവർ ഈ ഒരു ഫൗണ്ടേഷൻ കഴിഞ്ഞതുകൊണ്ട് +1 +2 സ്മൂത്തായിട്ട് പഠിച്ച് +2ൻ്റെ കൂടെ ഹൈ സ്കോർ നീറ്റ് എക്സാമിൽ സ്കോർ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. ഇത്തരത്തിൽ സ്റ്റേജ് 2 NTSCയുടെ സ്റ്റേജ് 2 നമ്മുടെ സ്റ്റുഡൻസ് ക്വാളിഫൈ ചെയ്തു. സ്കൂളിലെ എക്സാമിനും നമ്മുടെ സ്റ്റുഡൻസിന് A+കളായിട്ടും A1കളായിട്ടും പെർസെൻറ്റേജ് ആയിട്ടൊക്കെ ഹൈ പെർഫോമൻസ് വരാൻ കാരണവും അവർ സ്കൂളിൽ പഠിക്കുന്നതിനേക്കാളും അഡ്വാൻസ് ഇത് പഠിക്കുന്നതുകൊണ്ട് സ്കൂളിലെ കാര്യങ്ങൾ അവർക്ക് ഈസി ആയി മാറിയത് കൊണ്ടാണ്. അപ്പോൾ ഇതാണ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള സെക്കൻഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ സെക്കൻഡ് സൊല്യൂഷനിൽ ഞാൻ പറഞ്ഞ ഫസ്റ്റ് സൊല്യൂഷൻ ഇൻക്ലൂഡഡ് ആണ്, അത് കംപ്ലീറ്റ്ലി ഫ്രീ ആണെന്നുള്ളതാണ്. ഇതൊരു 1 ഇയർ നീണ്ടു നിൽക്കുന്ന ഒരു കോഴ്സാണ്. 1 ഇയർ ഞാൻ ഈ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും അതിൻ്റെ പാർട്ടായിട്ടുണ്ടാവും. ഇത് 6ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള സ്റ്റുഡൻസിനാണ്, 6th മുതൽ 10th വരെയുള്ള സ്റ്റുഡൻസിനാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരിക്കുക. അതിൽ ഓൾറെഡി 10th CBSE ബാച്ച് ഫസ്റ്റ് ബാച്ച് നമ്മൾ മാർച്ചിൽ സ്റ്റാർട്ട് ചെയ്തു. ഇനി ബാക്കിയുള്ളവർക്ക് സ്റ്റേറ്റുകാർക്ക് നമ്മൾ ഈ ഒരു ഏപ്രിലോട് കൂടിയും സ്റ്റേറ്റുകാർക്ക് 10th സ്റ്റേറ്റിന് സ്റ്റാർട്ട് ചെയ്യും. 8th-നും 9th-നും ഏപ്രിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അവർക്ക് ക്ലാസ്സുകൾ തുടങ്ങും. 6 and 7 മെയ് സ്റ്റാർട്ടിങ്ങിൽ അവർക്ക് 6 and 7 ക്ലാസ്സുകൾ തുടങ്ങും. അപ്പോൾ ഫസ്റ്റ് ബാച്ചിൽ ജോയിൻ ചെയ്യുന്നവർക്കാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഉണ്ടാവുക. അവർക്ക് ഇനഫ് ടൈം കിട്ടും, സ്മൂത്തായിട്ട് ഹെക്റ്റിക് ആവാതെ എല്ലാ കാര്യങ്ങളും ക്ലാസ്സുകളും മറ്റുമൊക്കെ കണ്ടു തീർക്കാനുള്ള ടൈം കിട്ടും. നമ്മൾ ഈ ഒരു ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നോടിയായിട്ട് അഡ്മിഷൻ ക്ലോസ് ചെയ്യാണ്. ഇപ്പോൾ ഓൾറെഡി 1000+ സ്റ്റുഡൻസ് ഓൾറെഡി അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളവരുടെ അഡ്മിഷനും വൈകാതെ നമ്മൾ ക്ലോസ് ചെയ്യും. അപ്പോൾ ഫൗണ്ടേഷൻ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ടീമിനെ കോൺടാക്ട് ചെയ്യാം. ഓരോ ബാച്ചിനുള്ള ഫീയും കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞു തരും. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലും അതുപോലെ താഴെ സ്ക്രോളിങ്ങിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ടീമിൻ്റെ നമ്പർ കാണാൻ പറ്റും. നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, ബാക്കി എല്ലാ ഡീറ്റെയിൽസും അവർ പറഞ്ഞു തരും. നമ്മളൊരു നോർമലി പഠിച്ചു പോവുക അല്ലെങ്കിൽ സ്കൂൾ എക്സാമിന് വെറുതെ A+ വാങ്ങുക എന്നുള്ളത് മാത്രമായിരിക്കരുത് നമ്മുടെ ലക്ഷ്യം. അത് ഇന്ന് കേരളത്തിൽ 50,000 60,000 സ്റ്റുഡൻസിനൊക്കെ ഒരു വർഷം A+കൾ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിലൊരാളായതുകൊണ്ട് മാത്രം നമുക്ക് പ്രത്യേകിച്ചൊരു ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ല. കേരളത്തിൽ വേറൊരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ഉണ്ട്, സാധാരണ സ്റ്റുഡൻസിനേക്കാളും അഡ്വാൻസ് ചെയ്ത് പഠിക്കുന്ന, മറ്റുള്ളവരേക്കാളും കോമ്പറ്റീഷനിൽ മുന്നിലെത്താൻ ചാൻസ് ഉള്ള
ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ നമ്മൾ പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പുറകെ പോകും. ആ ഗ്രൂപ്പാണ് ഫൗണ്ടേഷൻ കോഴ്സ് ചെയ്യുന്ന അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കുന്ന സ്റ്റുഡൻസ്. സോ അവരുടെ ആ ഒരു ഗ്രൂപ്പിലോട്ട്, നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയിലോട്ട്, ഫ്യൂച്ചറിൽ എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിൻ്റെയും അവരുടെ പാരൻസിൻ്റെയും എക്സാം ബൈ ലേണിങ്ങിൻ്റെ ഈ ഒരു കമ്മ്യൂണിറ്റിയിലോട്ട് നിങ്ങൾ ഓരോരുത്തരെയും ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യുകയാണ്. നമുക്ക് അടുത്ത ഒരു വർഷം നമുക്ക് എല്ലാവർക്കും ഈ ഒരു എൻ്റെ ടീമിന് ഒരുമിച്ച് ഈ ഒരു സ്റ്റഡി അല്ലെങ്കിൽ ലേണിംഗ് എന്ന് പറയുന്നത് അതൊരു ഫണ്ണാക്കി മാറ്റണം. അതൊരു ഹെക്ടിക് ആയുള്ള സംഭവമായിട്ടില്ല, അത് വളരെ ഈസി ആയുള്ള ഒരു സംഭവമായിട്ട് കോൺസെപ്റ്റ്സ് എല്ലാം മനസ്സിലാക്കി പഠിക്കുന്ന ഒരു ഗ്രൂപ്പായിട്ട് നമുക്ക് മാറണം. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അഡ്മിഷൻസ് വൈകാതെ ക്ലോസ് ചെയ്യുന്നതാണ്. സോ താങ്ക് യു സോ മച്ച്.